ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും ആനുകാലിക സംഭവങ്ങളും കാലത്തിൻ്റെ പ്രത്യേകതകളും നമ്മൾ ആത്മാവിൽ വിവേചിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഈ ഒരു തലമുറ എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകും. ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൻ്റെ അടയാളങ്ങൾ ഇന്ന് ലോകരാജ്യങ്ങളിൽ, ജനപദങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞ പല പ്രവചന വചനങ്ങൾ നിവൃത്തിയാകപ്പെടുന്ന തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അടയാളങ്ങളും കാലത്തിൻ്റെ പ്രത്യേകതകളെല്ലാം എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണത്തിൻ്റെ അത്യാവശ്യകതയാണ്. ലോകത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവവികാസങ്ങളൊന്നും അവിചാരിതങ്ങളല്ല. ഇതെല്ലാം കാലത്തിൻ്റെ അടയാളങ്ങളാണ്, കാലം നൽകുന്ന സൂചനകളാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ വചനം പറയുന്നുണ്ട്, നമ്മുടെ കർത്താവും ശിഷ്യന്മാരും ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കർത്താവേ, അവിടുത്തെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളങ്ങൾ ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. ഈ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് വ്യക്തമായ ചില അടയാളങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഈ അടയാളങ്ങളാണ് മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 3 മുതൽ 44 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. നിങ്ങൾ ശ്രദ്ധാപൂർവം ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 3 മുതൽ 44 വരെയുള്ള വചനങ്ങൾ നമ്മളെല്ലാവരും വായിച്ച് ധ്യാനിക്കണം. ഈ തിരുവചനങ്ങളിലൂടെ കർത്താവ് വ്യക്തമായി തൻ്റെ പ്രത്യാഗമനത്തെ വിളിച്ചറിയിക്കുന്ന അടയാളങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഈ അടയാളങ്ങൾ നിറവേറിപ്പെട്ടുകൊണ്ടിരിക്കുന്ന തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പ്രവചനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ വീണ്ടും പറയട്ടെ, ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ നിർണായകമായൊരു സമയത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിച്ചു. റോമാക്കാർക്ക് ഇത് ലേഖനം 13 അധ്യായം 11 വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. ഈ വചനം ആർക്കായിട്ടാണ് പരിശുദ്ധാത്മാവ് തരുന്നത്? ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന, കർത്താവിൻ്റെ വചനത്തിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന ഓരോ ദൈവ പൈതലിനോട് പരിശുദ്ധാത്മ പറയാണ്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും കർത്താവിനെ ആരാധിക്കേണ്ടതും ദൈവവചനത്തിന് സാക്ഷ്യം നൽകേണ്ടതും തിരുസഭയെ പടുത്തുയർത്തേണ്ടതും ലോക സുവിശേഷവൽക്കരണത്തിൽ പങ്കാളികളാകേണ്ടതും കർത്താവിനായ ആത്മാക്കളെ നേടേണ്ടതും ഈ കാലത്തിൻ്റെ സൂചനകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം. കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇവാഞ്ചലൈസേഷൻ, നമ്മൾ ദൈവവേല ചെയ്യുന്നവരാകണമെന്ന് വിശുദ്ധ പൗലോസ് സഭയെ അറിയിക്കുകയാണ്. ഇത് നമുക്കുള്ള പ്രവചന വചനമാണ്. നിദ്ര വിട്ടുണരേണ്ട സമയമാണിത്. ഉണരേണ്ട സമയമായി. കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ ആത്മാവ് എന്താ നമ്മോട് പറയുന്നത്? എറൈസ്, ഉണരുക. ദൈവജനം ഉണർന്ന് പ്രവർത്തിക്കേണ്ട നാളുകളാണിത്. നശിക്കുന്ന ഒരാത്മാവിനെയും കർത്താവിനായി നേടേണ്ട സമയം. ദേശങ്ങളെ, രാജ്യങ്ങളെ കർത്താവിനായി ഉണർത്തുവാനുള്ള സമയം. ലോകത്ത് ഇവാഞ്ചലൈസ് ചെയ്യാനുള്ള സമയം.
തകരുന്ന കുടുംബങ്ങളെ ദൈവകൃപയിൽ പുനരുദ്ധരിക്കുവാനുള്ള സമയം, യുവജനങ്ങളിൽ സുവിശേഷത്തിന്റെ തീ പടർത്തുവാനുള്ള സമയം. ഇത് നിദ്ര വിട്ട് ഉണരേണ്ട സമയമാണ്. കാരണം രക്ഷ വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഏതാണ് ഈ രക്ഷ? കർത്താവ് യേശുവാണ് നമ്മുടെ രക്ഷ. കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ രണ്ടാം വരവ് ആഗതമായി കൊണ്ടിരിക്കുന്നു. ഈ ലോക സംഭവങ്ങളും ആനുകാലിക വിഷയങ്ങളെല്ലാം നമ്മോട് വിളിച്ചു പറയുന്ന എന്താണ്? കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇവിടെയാണ് സുവിശേഷവൽക്കരണത്തിൻ്റെ അത്യാവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവവചനത്തിൻ്റെ ഒരു കൊയ്ത്തുത്സവം തൻ്റെ സഭയ്ക്കായി പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കൃപയുടെ നാളുകളാണിത്. ഈ നാളുകൾ, ഈ കാലഘട്ടം തിരിച്ചറിഞ്ഞ് ദൈവജനം ദൈവകൃപയോട് സഹകരിക്കുന്നവരാകണം. പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതികൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാകണം. എങ്കിൽ മാത്രമേ ആത്മാക്കളെ നേടുവാൻ നമുക്ക് സാധിക്കുള്ളൂ. സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 26-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, കർത്താവിൻ്റെ വാക്കുകളാണ്, ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവീൻ. ഈ അടയാളങ്ങളെല്ലാം ലോകരാജ്യങ്ങളിൽ വെളിപ്പെടുവാനായി ആരംഭിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവീൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അത് ആഗതമായി കൊണ്ടിരിക്കുന്നു. കർത്താവ് വീണ്ടും വരുന്നത് എന്തിനു വേണ്ടിയാണ്? ഹെബ്രായ പുസ്തകം 9:27 പറയുന്നുണ്ട്, തൻ ആകാംക്ഷപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു വീണ്ടും വരുന്നത്. കർത്താവിൻ്റെ പ്രത്യാഗമനം തന്നെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന, തൻ്റെ പരിശുദ്ധിയിൽ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിച്ച തൻ്റെ പ്രിയപ്പെട്ടവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. തന്നോടുകൂടെ അവരായിരിക്കുവാൻ, അവരെ കൂട്ടിച്ചേർക്കുവാനാണ് കർത്താവ് വീണ്ടും വരുന്നത്. നിങ്ങളുടെ വിമോചനം അടുത്തിരിക്കുന്നു. നിങ്ങൾക്കിനി ഒത്തിരി നാളുകൾ ക്ലേശകാലങ്ങളില്ല, സങ്കട നാളുകളില്ല. നിങ്ങളെ സങ്കടങ്ങൾക്കും ക്ലേശത്തിനും ദുരിതങ്ങൾക്കും കണ്ണുനീരിനും ഇതൊരു അറുതി വരാൻ പോകുന്നു. നിങ്ങളെ ഏകരക്ഷകനായ യേശു നിങ്ങളെ സ്വീകരിക്കാൻ ഇതാ വാനമേഘങ്ങളിൽ ആഗതനാകാൻ പോകുന്നു. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. മറാനാഥ, വേഗം വരണമേ. കർത്താവേ വരണമേ, കർത്താവേ വരണമേ, കർത്താവേ വരണമേ. ഇത് സഭയുടെ പ്രാർത്ഥനയാണ്, തിരുസഭയുടെ പ്രാർത്ഥനയാണ്. കർത്താവേ വരണമേ, കർത്താവേ വരണമേ. മറാനാഥ, മറാനാഥ, മറാനാഥ. സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ നാളുകൾ നമ്മൾ വേണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ സത്യവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ ശ്ലീഹ ഈ കാലഘട്ടത്തെ നോക്കി എന്താ പറയുന്നത്? പ്രവചനാത്മാവിൽ യോഹന്നാൻ ശ്ലീഹ സഭയോട് പറഞ്ഞു, ഫസ്റ്റ് ജോൺ, യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 18-ാമത്തെ വചനം, 2:18, കുഞ്ഞുങ്ങളെ, ഇത് അവസാന മണിക്കൂറാണ്. പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് പറയാ, ഇത് അവസാന മണിക്കൂറാണ്, ഫൈനൽ അവർ. കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒത്തിരി നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും നമ്മളെ കാത്തിരിക്കുന്നില്ല. സഹോദരങ്ങളെ, ദൈവജനം ഉണരേണ്ട സമയമാണിത്. നമ്മുടെ എല്ലാ റിസോഴ്സുകളും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഞാനും നിങ്ങളും നൽകേണ്ട നാളുകൾ. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. നമ്മുടെ യുവജനങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. നമ്മുടെ സമ്പത്ത് കർത്താവിന് ആവശ്യമുണ്ട്. നമ്മുടെ സാധ്യതകൾ, നമ്മുടെ അവസരങ്ങൾ, നമ്മുടെ സ്വാധീനങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കഴിവുകൾ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന് ആവശ്യമുണ്ട്. ഈ തലമുറയിൽ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാ നമ്മൾ. കർത്താവിന് നമ്മെ ആവശ്യമുണ്ട്. ഇത് വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. കർത്താവിന് നമ്മെ ആവശ്യമുണ്ട്. അവന്റെ വചനത്തിനായി നമ്മെ ആവശ്യമുണ്ട്.
സഹോദരങ്ങളെ, ഈ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. കർത്താവിന് നമ്മെ ആവശ്യമുണ്ടെന്നുള്ള അവന്റെ പദ്ധതി നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. പൗലോസ്ലീഹ വീണ്ടും സഭയെ പഠിപ്പിക്കുന്നു. ഈ കാലം തിമോത്തിയോസ് 2 ലേഖനം 2 തിമോത്തി 3 അധ്യായം 1 വചനം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ഈ വചനം എന്നെ ഒരുപാട് എൻ്റെ ഹൃദയത്തെ തൊട്ടുണർത്തിയൊരു വചനമാണ്. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ക്ലേശപൂർണമായ സമയങ്ങൾ, സത്യവിശ്വാസം ജീവിക്കുവാൻ ദുർഘടം പിടിച്ച സമയം. സത്യവിശ്വാസം ജീവിക്കുന്നവർക്ക് ഒരുപാട് സഹിക്കേണ്ടി വരും. അവർ ഒറ്റപ്പെടും, അവർ തെറ്റിദ്ധരിക്കപ്പെടും, അവഹേളിക്കപ്പെടും, സമൂഹത്തിൽ നിന്ന് ചിലപ്പോൾ മാറ്റി നിർത്തപ്പെട്ടൊരവസ്ഥ വരും. വിശുദ്ധിയോടെ ജീവിക്കുക. സ്പിരിറ്റ് ഓഫ് ലസ്റ്റ്, ജഡത്തിൻ്റെ ഒരു പ്രളയം തന്നെ ഈ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധിയുടെ ആത്മാവിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. വില കൊടുക്കേണ്ടി വരും, ഒരുപാട് ത്യാഗമെടുക്കേണ്ടി വരും, നഷ്ടം സഹിക്കേണ്ടി വരും. ക്ലേശങ്ങൾ കൃപകളായി സ്വീകരിക്കേണ്ടി വരും. ക്ലേശപൂർണമായ സമയം വിശുദ്ധിയോടെ ജീവിക്കാൻ, സത്യവിശ്വാസം ജീവിക്കാൻ, ദൈവവചനത്തിന് സാക്ഷ്യം നൽകുമ്പോൾ പ്രിയ ദൈവത്തിന്റെ പൈതലേ, നീ ഒരുപാട് സഹിക്കേണ്ടി വരും. എനിക്ക് ഒരുപാട് നിന്ദനങ്ങൾ ഉണ്ടാകും, അപമാനങ്ങൾ ഏൽക്കേണ്ടി വരും. ചിലപ്പോൾ നീ തെറ്റിദ്ധരിക്കപ്പെടും, നിന്റെ മനസ്സും നൊമ്പരപ്പെട്ടു പോകും. യെസ്, പരിശുദ്ധ വചനം പഠിപ്പിക്കുക, ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ദൈവവചനത്തിന് സാക്ഷ്യം നൽകുമ്പോൾ, കർത്താവിൻ്റെ സഭയെ സ്നേഹിക്കുമ്പോൾ, സഹോദരങ്ങളെ, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. ചിലപ്പോൾ നമ്മൾ വിമർശിതരാകും. അന്യായ കുറ്റത്തിന് ചിലപ്പോൾ നമ്മൾ ലോകത്തിൽ നിന്ന് ചിലത് ഏറ്റെടുക്കേണ്ടി വരും. എത്ര കൃത്യമാണ് ദൈവത്തിൻ്റെ വചനം. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ക്ലേശപൂർണമായ സമയങ്ങൾ. ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ആ സമയത്തിലെത്തി നിൽക്കുകയാണ്. നമ്മൾ ആ സമയത്തിലാണ് ജീവിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അസാധാരണമായ അഭിഷേകം നമ്മുടെ മേലില്ലെങ്കിൽ നമ്മൾ കൃപയിൽ വീണുപോകാൻ ഒത്തിരിയേറെ സാധ്യതയുണ്ട്. അതിസ്വാഭാവിക കൃപകളാൽ നമ്മുടെ ജീവിതങ്ങൾ പൊതിയപ്പെടണം. നമ്മളുടെ ജീവിതങ്ങൾ മുദ്രിതമാകണം. കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. അതിസ്വാഭാവിക കൃപകൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ലോകസുവിശേഷവൽക്കരണത്തിനു വേണ്ടി ഞങ്ങളിലേക്ക് പകരണമേ. ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ, കുടുംബമായി അനോയിന്റ് ചെയ്യണമേ. സ്തുതിക്കുന്നു കർത്താവേ. സഹോദരങ്ങളെ, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ദൈവവേല ചെയ്യാനുള്ള നമ്മുടെ ആഗ്രഹത്തെ സമർപ്പിച്ച് നിങ്ങൾ ആ സമർപ്പണം നിങ്ങൾ അറിയിക്കുക. നമുക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ വേല ചെയ്യാം. ഒരുപാട് ആത്മാക്കൾ ഈശോയ്ക്കായിട്ട് നേടാം. കർത്താവിനായി ആത്മാക്കളെ നേടാൻ അല്പമായിട്ടെങ്കിലും പരിശുദ്ധാത്മ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം, നമുക്കൊന്നിച്ച് കർത്താവിനെ ഉയർത്താം. ദൈവവചനത്തിൻ്റെ കൊയ്ത്തുത്സവത്തിൽ അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവ പദ്ധതിയോട് നമുക്ക് സഹകരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ അറിയിക്കുക. അപ്പം നമ്മുടെ നിയോഗങ്ങളെ കർത്താവ് ആശീർവദിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങളെ പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്ത് തരുന്ന സമയം കൂടിയാണിത്. ദൈവവചനത്തെ ആര് സ്നേഹിക്കുന്നുവോ ആദരിക്കുന്നുവോ അവരുടെ നിയോഗങ്ങളെ കർത്താവ് ആശീർവദിക്കും. അവരുടെ ആവശ്യങ്ങളെ മേൽ ദൈവകൃപ കവിഞ്ഞൊഴുകും. കർത്താവിൻ്റെ പ്രോമീസ് വിശ്വസിച്ചോ. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു, 2 Peter chapter 3 verse 3, 2 പത്രോസ് 3:3 എന്താ വചനം പറയുന്നത്? ആദ്യം തന്നെ നിങ്ങളിത് മനസ്സിലാക്കണം. അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. അവസാന നാളുകളിൽ ഞാൻ ഈ വചനങ്ങൾ വായിച്ചത് എത്ര കൃത്യമാണ് പരിശുദ്ധ വചനം. ദൈവവചനത്തിന് തെറ്റുപറ്റുകയില്ല. കർത്താവിൻ്റെ വചനം പരാജയപ്പെടുന്നില്ല. ദൈവത്തിന്റെ വചനം നിർമ്മലമാണ്. ഇത് സത്യത്തിന്റെ വചനമാണ്, കൃപയുടെ വചനമാണ്. സ്തുതിക്കുന്ന കർത്താവേ, ജീസസ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
വചനം മാറിപ്പോകുന്നില്ല, വചനം മാറിപ്പോകുന്നില്ല. സഹോദരങ്ങളെ, അവസാന നാളുകളിൽ പരദൂഷകർ വരും. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ്, അപവാദങ്ങൾ പറഞ്ഞ്, ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് വ്യക്തിജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, മിനിസ്ട്രികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പരദൂഷകരായ ആത്മാക്കൾ, അതൊരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല. ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റ് മീഡിയകളിലും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കൂട്ടായ്മകളിലും നമ്മുടെ സമൂഹങ്ങളിലും നമ്മുടെ ഇടപാടുകളിലൊക്കെ ഇന്ന് ഒരുപാട് നമ്മൾ കാണുന്ന ഒന്നാണ് പരദൂഷണം. ഇല്ലാ കഥകൾ പറഞ്ഞു വരുത്തുക, ഇല്ലാ കഥകൾ, അപവാദങ്ങൾ അടിച്ചു വിടുക. എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ? ഇത് അഭിചാരിതങ്ങളല്ല, കാലത്തിൻ്റെ പ്രത്യേകതയാണ്. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, അവസാന നാളുകളിൽ കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ പരദൂഷകരുണ്ടാകും. ധാരാളം പരദൂഷകരെ, പരദൂഷണം പറയുന്നവരെ, അപവാദം പറഞ്ഞു വരുത്തുന്നവരെ ലോകത്തിലും സഭയിലും ഉണ്ടാകും, ലോകത്തിലും സഭയിലും ഉണ്ടാകും. ഈ അടയാളം ഇതൊക്കെ എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? ഇവാഞ്ചലൈസേഷൻ്റെ അർജൻസിയാണ്. കർത്താവിൻ്റെ വചനം പറഞ്ഞ ആത്മാക്കളെ നിത്യജീവനായി നേടേണ്ടതിൻ്റെ അത്യാവശ്യകതയിലേക്കാണ് ഈ വചനങ്ങളെല്ലാം വെളിച്ചം വീശുന്നത്. സഹോദരങ്ങളെ, ഈ കൃപ നമ്മൾ സ്വീകരിക്കണം, ഈ കൃപ നമ്മൾ സ്വീകരിക്കണം. യൂദായുടെ ലേഖനം 1:18, യൂദാശ്രീയുടെ ലേഖനം 1:18, ഇതേ വചനം ആവർത്തിക്കപ്പെടുകയാണ്. എന്താ വചനം പറയുന്നത്? അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ദുഷ്ടമായ ആത്മവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകരെ അവസാന നാളുകളിൽ വരും, അവസാന നാളുകളിൽ വരും. പരദൂഷകർ അവസാനം. അപ്പോൾ ഇന്ന് പരദൂഷണങ്ങൾ ഒരുപാട് പെരുകി വർദ്ധിച്ച് വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് കാലത്തിൻ്റെ അടയാളമാണ്. അവസാന നാളുകളിലാണ് നമ്മൾ, ഫൈനൽ അവറിലാണ്. കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ രണ്ടാം വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ലോകരാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളെല്ലാം എന്താ വിളിച്ചു പറയുന്നത്? സുവിശേഷവൽക്കരണത്തിന് അർജൻസി. കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്, അവിടുത്തെ ആഗമനം അടുത്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ശിരസ്സ് ഉയർത്തി നിൽക്കുക. കാരണം നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! കർത്താവിന്റെ ആഗമനം അടുത്തുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, എത്ര പ്രത്യാശ നിറഞ്ഞ വചനങ്ങളാണിത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അപ്പന്മാരെ, അമ്മമാരെ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എൻ്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, എൻ്റെ കുഞ്ഞുമക്കളെ, എല്ലാവരും ഈ അഭിഷേകം പ്രാപിക്കണം. കർത്താവിൻ്റെ വേലയ്ക്കായി നമ്മൾ ഒരുങ്ങണം, കർത്താവിൻ്റെ ശുശ്രൂഷകൾക്കായി ഒരുങ്ങണം. കർത്താവിൻ്റെ വചനത്തിന് ധീരതയോടെ സാക്ഷ്യം നൽകുന്നൊരു തലമുറയായി നമ്മുടെ തലമുറ ഉണർന്നെഴുന്നേൽക്കണം. സ്തുതിക്കുന്നു. ഈ ഒരു അനോയിന്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കർത്താവേ കൃപ തരണമേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ സഭയുടെ മേൽ, നമ്മുടെ യുവജനങ്ങളുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ ഈ അഭിഷേകം ഇറങ്ങട്ടെ. ഈ തീ പടരട്ടെ. ഈ കൃപയുടെ കാറ്റ് വീശിയടിക്കട്ടെ. എല്ലാം മറന്ന് കരമുയർത്തി ഒറ്റ വിളി, യേശുവേ. സകല ജനപദങ്ങളും കർത്താവിനെ കണ്ടുമുട്ടട്ടെ. എല്ലാ ജനതകളും യേശുനാമം ഏറ്റുപറയട്ടെ. അവർ കർത്താവിനെ സ്വന്തമാക്കട്ടെ. സ്തുതിക്കുന്നു. കരങ്ങൾ പറ്റുന്നവർ പരസ്പരം കോർത്തു പിടിക്കുക. കൈകൾ പരസ്പരം കോർത്തു പിടിച്ച് ആത്മനിറവോടെ പാടി പ്രാർത്ഥിക്കുന്നു. സകല ജനപദങ്ങളും യേശുവേ അറിഞ്ഞിട, റൂഹാദൻ ശക്തിയ നിറച്ചിടേണമേ. സകല ജനപദങ്ങളും യേശുവേ അറിഞ്ഞിടാൻ റൂഹാദൻ ശക്തിയാൽ നിറച്ചിടേണമേ. പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണേ,
അഭിഷേകത്താൽ എന്നെ ശക്തനാക്കൻ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സകല ജനപദങ്ങളും യേശുവേ അറിഞ്ഞിടാൻ റൂഹാദൻ ശക്തിയ നിറച്ചിടണമേ. സകല ജനപദങ്ങളും യേശുവേ അറിഞ്ഞിടാൻ റൂഹാദൻ ശക്തിയാൽ നിറച്ചിടണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. ചേർന്ന് പാടിക്കേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. ആമേൻ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. അനോയിന്റിങ്ങിനായി ആഗ്രഹിച്ച കരമുയർത്തി ഒന്നിച്ചൊരൊറ്റ വിളി. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് ഒന്നിച്ച് വിളിക്കുന്നു. ആത്മാവേ, ശക്തമായി സ്തുതിക്കുക. എല്ലാവരും അതരം തുറന്ന് സ്തുതിക്കുക. നാവിന്റെ കെട്ടടിയട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കുക. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ. അഭിഷേകം ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. അഭിഷേകം ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. താങ്ക് യു, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ദൈവവചനത്തിന് സാക്ഷ്യം നൽകുവാൻ കർത്താവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഇവാഞ്ചലൈസേഷന്റെ തലമുറയായി ഞങ്ങളെ തലമുറകൾ അനോയിന്റ് ചെയ്യണമേ. വിശ്വാസത്തിന്റെ കുടുംബങ്ങളായി ഞങ്ങളെ കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തണം. ആമേൻ. ശാന്തമായിട്ടിരിക്കുന്നു സഹോദരങ്ങളെ. കർത്താവിൻ്റെ പ്രത്യാഗമനത്തെ വിളിച്ചറിയിക്കുന്ന ഈ അടയാളങ്ങളെല്ലാം നമ്മോട് പറയുന്നത് സുവിശേഷവൽക്കരണത്തിൻ്റെ അത്യാവശ്യകതയും പ്രാധാന്യവുമാണ്. ദൈവവചനത്തിൻ്റെ കൊയ്ത്തുത്സവ നാളുകളിൽ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി നമ്മൾ സമർപ്പണത്തോടെ കർത്താവിൻ്റെ വേലയ്ക്കായി നമ്മെ തന്നെ സജ്ജമാക്കണം. കുടുംബമായി ദൈവവേല ചെയ്യുന്നതിൽ നമുക്ക് ആനന്ദം ഉണ്ടാവണം, അത് ത്രില്ലാകണം. ആ ഒരു വിഷൻ, ആ ഹൃദയത്തിൽ ആ ഒരു എരിവ് നമുക്കുണ്ടാകണം. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലിഹ സഭയെ പഠിപ്പിക്കുകയാണ്. താൻ എഴുതിയ രണ്ടാമത്തെ ലേഖനം 2 പീറ്റർ 3-ാം അധ്യായം 12-ാമത്തെ വചനം, 3:12. ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. എൻ്റെ സഹോദരങ്ങളെ, ഈ തിരുവചനത്തിൽ 3 കാര്യങ്ങൾ പരിശുദ്ധാത്മ നമ്മൾ അറിയിക്കുകയാണ്. ഒന്ന്, കർത്താവിൻ്റെ ആഗമന ദിനം, കർത്താവിൻ്റെ ദിനം പെരൂസിയ, കർത്താവിൻ്റെ ആഗമന ദിനം. 2, ഈ ആഗമന ദിനത്തെ നിങ്ങൾ കാത്തിരിക്കുക. ലുക്ക് ഫോർവേഡ്. നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടാവണം. കാത്തിരിക്കണമെങ്കിൽ നമുക്കൊരു പ്രത്യാശയുണ്ടാവണം. ഞാൻ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് സംഭവിക്കും, അത് നിറവേറപ്പെടും. ഞാൻ കാത്തിരിക്കുന്ന വ്യക്തി എൻ്റെ അടുത്തേക്ക് വരും. ഈ ഒരു പ്രത്യാശയുള്ളവർക്കേ കാത്തിരിക്കാൻ പറ്റുള്ളൂ. കാത്തിരിപ്പിൽ ആനന്ദമുണ്ടാകണമെങ്കിൽ പ്രത്യാശയുണ്ടാവണം. പരിശുദ്ധാത്മാവ് സഭയോട് പറയാണ്, കർത്താവിൻ്റെ ആഗമന ദിനത്തിനായി നിങ്ങൾ കാത്തിരിക്കുക. പ്രത്യാശയോടെ കാത്തിരിക്കുക, പ്രത്യാശയോടെ കാത്തിരിക്കുക. 3-ാമത് പറയാണ്, അവിടുത്തെ ആഗമന ദിനത്തെ ത്വരിതപ്പെടുത്തുക, സ്പീഡിലാക്കുക, വേഗതയിലാക്കുക. കർത്താവിൻ്റെ 2-ാം വരവിന് ആഗമന ദിനത്തെ നിങ്ങൾ ത്വരിതപ്പെടുത്തണം, വേഗതയിലാക്കണം. എൻ്റെ സഹോദരങ്ങളെ, എത്ര അനുഗ്രഹീതമായ വചനമാണിത്. ആത്മാവ് നമ്മോടാണ് ഇന്ന് ഈ വചനം പറയുന്നത്. കർത്താവിൻ്റെ ആഗമന ദിനത്തെ നിങ്ങൾ വേഗതയിലാക്കുക, ത്വരിതപ്പെടുത്തുക, സ്പീഡിലാക്കുക.
എങ്ങനെയാണ് കർത്താവിൻ്റെ ആഗമന ദിനത്തെ നമുക്ക് വേഗതയിലാക്കാൻ കഴിയുന്നത്? നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വചനത്തിൽ എന്താണ് യേശു പറഞ്ഞത്? എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷ ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും എല്ലാ ജനപദങ്ങളോടും പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം കർത്താവിൻ്റെ പ്രത്യാഗമനം സംഭവിക്കുകയാണ്. കർത്താവിൻ്റെ പ്രത്യാഗമനം ഇന്ന് എന്തുകൊണ്ടാണ് വൈകിക്കൊണ്ടിരിക്കുന്നത്? സഹോദരങ്ങളെ, ആ കാര്യം കർത്താവ് മറന്നുപോയിട്ടല്ല. ലാക്ക് ഓഫ് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണത്തിൻ്റെ അഭാവമാണ്. നമ്മൾ ഈ വചനം ശരിക്കും മനസ്സിലാക്കണം. ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ വചനമാണിത്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടും, അതിനുശേഷമാണ് കർത്താവിൻ്റെ രണ്ടാം വരവ് സംഭവിക്കുന്നത്, യുഗാന്തം സംഭവിക്കുന്നത്. സഹോദരങ്ങളെ, അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ പ്രത്യാഗമനം എന്തുകൊണ്ടാണ് ലേറ്റ് ആകുന്നത്? ഒറ്റ കാരണമുള്ളൂ, ലാക്ക് ഓഫ് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണത്തിൻ്റെ അഭാവമാണ്. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. ഇന്ന് കർത്താവിൻ്റെ വേദന എന്താണ്? വളരെ വേദനയോട് ഈശോ പറയുന്നു. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 13-ാമത്തെ തിരുവചനം, യെശയ്യാ 5:13, എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. അജ്ഞത നിമിത്തം എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. എൻ്റെ ജനം നശിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഹൃദയവേദനയാണ് ഈ വചനത്തിലൂടെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. രാജ്യത്തിൻ്റെ സുവിശേഷം അതെന്താണ്? കർത്താവിൻ്റെ സത്യവചനമാണ്. ഈ വചനം എല്ലാ ജനപദങ്ങളും അറിയണം. അങ്ങനെ ജനതകൾ കർത്താവിനെ കണ്ടുമുട്ടണം. ഇത് സംഭവിക്കുമ്പോഴാണ് സെക്കൻഡ് കമ്മിങ് ഉണ്ടാകുന്നത്, കർത്താവിൻ്റെ രണ്ടാം വരവ് സംഭവിക്കുന്നത്. കർത്താവിൻ്റെ പ്രത്യാഗമനം ഇന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയട്ടെ, അത് കർത്താവ് മറന്നുപോയിട്ടല്ല. എല്ലാ ജനതകളും ഈ സുവിശേഷ സത്യങ്ങൾ കേട്ടിട്ടില്ല. ഇപ്പോഴും എല്ലാ ജനതകളിലേക്കും ഈ തിരുവചനങ്ങൾ പകരപ്പെട്ടിട്ടില്ല. കർത്താവ് പറയുക, അജ്ഞത നിമിത്തം. എന്തിനെ കുറിച്ചുള്ള അജ്ഞത? കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചുള്ള അജ്ഞത, യേശുവിനെ കുറിച്ചുള്ള അജ്ഞത. ഇന്ന് അനേകം ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്ന് ദൈവജനം നശിക്കുന്നുവെങ്കിൽ അനേകം ആത്മാക്കള് നിത്യനാശത്തിലേക്ക് ഇന്ന് അധപതിക്കുന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാന കാരണം ദൈവത്തിൻ്റെ വചനം അവർ അറിയുന്നില്ല. അവർക്ക് വചനം അറിയില്ല. വേർഡ് ഓഫ് ഗോഡ്, വചനവുമായി ബന്ധമില്ല. സഭാപിതാവായ വിശുദ്ധ ജെറോം പറഞ്ഞു, വചനത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞത. വചനമറിയുമ്പോൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നു. വചനം നിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നിനക്ക് ദൈവാനുഭവം ഉണ്ടാവുന്നു. നീ കർത്താവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിലേക്ക് വരുന്നു. എൻകൗണ്ടർ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു. വചനമാണ് നിന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. കർത്താവിൻ്റെ വചനമാണ് നിനക്ക് വിശ്വാസം തരുന്നത്. കർത്താവിൻ്റെ വചനമാണ് നിന്നെ ഒരു എൻകൗണ്ടറിലേക്ക് നയിക്കുന്നത്. സഹോദരങ്ങളെ, വചനമില്ലെങ്കിൽ നോ ഫെയ്ത്ത്. ദൈവത്തിൻ്റെ വചനമില്ലെങ്കിൽ വിശ്വാസമില്ല. വചനമില്ലെങ്കിൽ വിശുദ്ധിയില്ല. ദൈവത്തിൻ്റെ വചനമില്ലെങ്കിൽ ദൈവാശ്രയത്വമില്ല. ദൈവത്തിൻ്റെ വചനമില്ലെങ്കിൽ മാനസാന്തരമില്ല, അനുതാപമില്ല, ശുദ്ധീകരണമില്ല. അജ്ഞത നിമിത്തം. എന്തിനെക്കുറിച്ചുള്ള അജ്ഞത? ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞത. എൻ്റെ ജനം നശിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ 14-ാമത്തെ വയസ്സിൽ ഈ വചനം വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഹൃദയത്തെ തൊട്ടൊരു വചനമാണിത്. ഈ വചനം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി. അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായി, ദൈവവേലയ്ക്കായി എൻ്റെ മകനെ നിൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് തരിക. കർത്താവിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നിൻ്റെ ജീവിതം എനിക്ക് ആവശ്യമുണ്ട്. നിൻ്റെ ലൈഫ് എനിക്ക് വേണം. കാരണം എൻ്റെ ജനം നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വചനം കൊടുക്കണം. അവർക്ക് എന്നെ കാണിച്ചു കൊടുക്കണം.
എൻ്റെ വഴികൾ പറഞ്ഞു കൊടുക്കണം. സഹോദരങ്ങളെ, ഈ വചനമാണ് കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കുമായി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാനുള്ള ഒരു പ്രധാന കാരണം. എൻ്റെ ജനം നശിക്കുന്നു. ഇത് തന്നെയാണ് ഹോസിയ പ്രവചനം 4:6 വീണ്ടും വേദനയോടെ കർത്താവ് പറയുക, അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. എൻ്റെ ജനം നശിക്കുന്നു. എൻ്റെ ജനം നശിക്കുന്നു. ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞത, വചനത്തെക്കുറിച്ചുള്ള അജ്ഞത. വചനമറിയാത്തത് കൊണ്ട് പാപവഴികളിലേക്ക്, ലോകവഴികളിലേക്ക് നമ്മുടെ എത്ര യുവമക്കളെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകം പല ക്രൈസ്തവ പെൺകുട്ടികളും ദൈവവചനവുമായി ബന്ധമില്ലാത്തത് കൊണ്ട്, അവരുടെ ഹൃദയത്തിൽ വചനമില്ലാത്തത് കൊണ്ട് തെറ്റായ ബന്ധങ്ങളിലേക്ക്, പ്രേമബന്ധങ്ങളിലേക്ക്, ജഡീക താല്പര്യങ്ങളിലേക്ക്, അന്യവിശ്വാസത്തിലേക്ക് പോകുന്ന വളരെ വേദനാജനകമായ, നമ്മുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ, വാർത്തകൾ നമ്മൾ ഈ ദിനങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. ഈ ആത്മീയ അപജയത്തിൻ്റെ പ്രധാന കാരണം എന്താ? ദൈവത്തിൻ്റെ വചനം അവർ അറിയുന്നില്ല, അവർ വചനം സ്വീകരിക്കുന്നില്ല, അവരുടെ ഹൃദയത്തിൽ വചനമില്ല. വചനമില്ലാത്തത് കൊണ്ട് വിശ്വാസമില്ല. നോ ഫെയ്ത്ത്. ദൈവത്തിൻ്റെ വചനമുള്ളവരിൽ വിശ്വാസമുണ്ട്. പൗലോസ്ലീഹ സത്യസഭയോട് വിളിച്ചു പറയുന്നുണ്ട്, ഇവിടെയാണ് നമ്മൾ ദൈവവചനത്തിന് സാക്ഷ്യം നൽകേണ്ടതിൻ്റെ ആവശ്യകത വെളിപ്പെടുന്നത്. ഈ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യം കർത്താവിന്റെ വചനമാണ്. ഈ തലമുറ വീണ്ടെടുക്കാൻ വചനത്തിന് മാത്രമേ പറ്റൂ. ഈ കാലഘട്ടത്തെ വിശുദ്ധീകരിക്കാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയൂ. ഈ കാലഘട്ടത്തെ കർത്താവിനായി നേടുവാൻ പരിശുദ്ധ വചനത്തിനെ കഴിയൂ. നമ്മുടെ യുവജനങ്ങളെ നവീകരിക്കുവാൻ വചനത്തിനെ കഴിയൂ. പൗലോസ്ലീഹ റോമാക്കാർക്ക് ഇത് ലേഖനം 10-ാം അധ്യായം 17-ാമത്തെ വചനം, റോമൻസ് chapter 10 verse 17, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴാണ് ഒരു ആത്മാവിൽ പരിശുദ്ധാത്മാ വിശ്വാസത്തിന്റെ വിത്ത് നടുന്നത്. വചനം കേൾക്കുമ്പോൾ വിശ്വാസം വരുന്നു. വചനം കേൾക്കുന്തോറും വിശ്വാസം വളരുന്നു, വിശ്വാസം വർദ്ധിക്കുന്നു. വചനം വായിക്കുന്നവർ, വചനം ഭക്ഷിക്കുന്നവർ, വചനത്തെ സ്നേഹിക്കുന്നവർ, വചനം ജീവിക്കുന്നവരിൽ വിശ്വാസം വളരുന്നു. വിശ്വാസം വളരുന്നു. വിശ്വാസം കർത്താവിന്റെ വചനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ തലമുറയിൽ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ, ഈ തലമുറ വിശ്വാസത്തിന് തലമുറയാകണമെങ്കിൽ വചനം കൊടുത്തുകൊണ്ടിരിക്കണം. കർത്താവിനെ കൊടുക്കണം, വചനം കൊടുക്കണം. സെലിബ്രേഷൻ ഓഫ് ഇവാഞ്ചലൈസേഷൻ, ഈ ശുശ്രൂഷയിലൂടെ ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പദ്ധതി. വചനം കൊടുക്കുക, ഈ തലമുറയ്ക്ക് വചനം കൊടുക്കുക, കർത്താവിന്റെ വചനം കൊടുക്കുക, പരിശുദ്ധ വചനം കൊടുക്കുക. ഈ തലമുറയെ ട്രാൻസ്ഫോം ചെയ്യുക, ഈ തലമുറയെ നവീകരിക്കുക, ശുദ്ധീകരിക്കുക. സഹോദരങ്ങളെ, എത്ര ശക്ത വചനം! വീണ്ടും പരിശുദ്ധ വചനം പറയുന്ന റോമർ 10:14, പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനം 10:14, എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവരെങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗങ്ങളില്ലാതെ എങ്ങനെ കേൾക്കും? വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? വചന പ്രഘോഷകനില്ലാതെ എങ്ങനെ കേൾക്കും? വചനം എങ്ങനെ കേൾക്കും? സഹോദരങ്ങളെ, നമ്മൾ നന്നായി ധ്യാനിക്കേണ്ട വചനമാണിത്. നന്നായി ധ്യാനിക്കണം. വിശ്വസിക്കാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാത്തവനെ കുറിച്ച്, അല്ലെങ്കിൽ ആ വചനം ഒന്നുകൂടി ഡിസ്പ്ലേ ചെയ്ത്, റോമർ 10:14 പരിശുദ്ധ വചനം എന്താ പറയുന്നത്? വിശ്വസിച്ചിട്ടില്ലാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിശ്വസിച്ചിട്ടില്ലാത്തവരെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കർത്താവിൻ്റെ നാമം വിളിക്കണമെങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു ആത്മാവ് കടന്നു വരണമെങ്കിൽ കർത്താവിൽ വിശ്വാസം വേണ്ടേ?
കർത്താവിന് വിശ്വസിക്കാൻ പറ്റണ്ടേ? വിശ്വാസം ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അവിടെ ഒരു പ്രസംഗികനുണ്ടാവണം, വചനപ്രഘോഷകനുണ്ടാവണം, വചനം പറയാൻ വ്യക്തികളുണ്ടാകണം, വചനം കൊടുക്കാൻ അനേകരുണ്ടാകണം. ഇതില്ലാതെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? കേൾക്കാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരു വചനപ്രഘോഷം ഇല്ലാതെ എങ്ങനെ കേൾക്കും? പൗലോസ്ലീഹ ഈ ചോദ്യം സഭയോടെ ചോദിക്കുന്നത്. വചന ശുശ്രൂഷകരില്ലാതെ എങ്ങനെ വചനം കേൾക്കും? ഈ വചനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത് ദൈവം തൻ്റെ അഭിഷിക്തരെ, തൻ്റെ ശുശ്രൂഷകരെ നമ്മുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. അവരിലൂടെ ഈ വചനങ്ങളെല്ലാം പരിശുദ്ധാത്മ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശുശ്രൂഷകരില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഈ വചനങ്ങൾ കേൾക്കും? ഈ വചനം കേട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ വിശ്വാസം കിട്ടും? വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ കർത്താവിനെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടണം. കർത്താവിനെ കണ്ടുമുട്ടണമെങ്കിൽ നമ്മൾ വചനം കേൾക്കണം. വചനം കേൾക്കണമെങ്കിൽ വചന പ്രഘോഷകരുണ്ടാകണം, ദൈവവേലക്കാരുണ്ടാകണം. സഹോദരങ്ങൾ, എത്ര ശക്തമാണ് ഈ വചനം! ധാരാളം വചന പ്രഘോഷകർ സഭയിൽ ഉണരാൻ വേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വചനം കൊടുക്കുന്ന നമ്മുടെ മക്കള് ദൈവവചനം കൊടുക്കുന്നവരായി മാറണം. അവർ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും IAS-കാരോ IPS-കാരോ അല്ലെങ്കിൽ അവർ നല്ല ഗവൺമെൻറ് ഒഫീഷ്യൽസോ ബിസിനസ്സുകാരോ ഇനി പോട്ടെ കർഷകരോ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മക്കൾ ആര് തന്നെയാണെങ്കിലും അവർ കർത്താവിൻ്റെ വചനം കൊടുക്കുന്നവരാകണം. അവർ മിഷണറിമാരാകണം. ആ മിഷണറി സീൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണം. ഇവാഞ്ചലൈസേഷൻ സ്പിരിറ്റ് ഉണ്ടാകണം. നമ്മുടെ മക്കൾ കർത്താവിൻ്റെ വചനം കൊടുക്കുന്നവരാകാൻ, നമ്മുടെ തലമുറ ദൈവവചനത്തിൻ്റെ തലമുറയാകാൻ, നമ്മുടെ കുടുംബങ്ങൾ മിഷണറി കുടുംബങ്ങളാകാൻ, നമ്മുടെ സഹോദര ബന്ധങ്ങൾ ദൈവവചനത്തിൻ്റെ കൃപയിൽ മുദ്രിതമാകുവാൻ, നമ്മുടെ തലമുറ സുവിശേഷത്തിൻ്റെ തലമുറയായി മാറാൻ. ഒരു നിമിഷം എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവ് ശക്തമായൊരു അഭിഷേകം നമ്മുടെ മേൽ പകരുകയാണ്. കർത്താവേ, വചനത്തിന് സാക്ഷ്യം നൽകാം. വചന പ്രഘോഷകനില്ലാതെ എങ്ങനെ കേൾക്കും? കേൾക്കാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കർത്താവേ, ഈ വചനം ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, കൃപ തരണമേ. ദൈവവചനത്തിന് സാക്ഷ്യം നൽകുവാൻ, വചനത്തിന്റെ കൊയ്ത്തുത്സവ നാളുകളിൽ കുടുംബമായി സാക്ഷ്യം നൽകുവാൻ, കുടുംബമായി വചനത്തിന് സാക്ഷ്യം നൽകുവാൻ, വ്യക്തിപരമായി സാക്ഷ്യം നൽകാൻ, സമൂഹമായി സാക്ഷ്യം നൽകാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ വർഷിക്കണമേ, കുടുംബങ്ങളിലേക്ക് കൃപ വർഷിക്കണമേ. ആഗ്രഹിച്ച് കരമുയർത്തി ഒന്നിച്ചുരൊറ്റ വിളി യേശുവേ. വിളിച്ചു പ്രാർത്ഥിച്ച് ധാരാളം വചന പ്രഘോഷകർ എഴുന്നേൽക്കട്ടെ, സഭ ഉണരട്ടെ, കുടുംബങ്ങൾ നവീകരിക്കപ്പെടട്ടെ. ധാരാളം യുവമക്കള് ദൈവവചനത്തിനായി തങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ, തങ്ങളെ യൗവനങ്ങൾ സമർപ്പിക്കട്ടെ. ദമ്പതിമാരിൽ അഭിഷേകം ഇറങ്ങട്ടെ. കർത്താവിന്റെ വേലയ്ക്കായി ദമ്പതിമാർ ഒരുമിച്ച് തങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ, കുടുംബമായി സമർപ്പിക്കട്ടെ. സഹോദരന്മാരെ ഒരു മനസ്സോടെ കർത്താവിന്റെ വേല ചെയ്യട്ടെ. കർത്താവിന്റെ രാജ്യത്തെ വിശാലമാക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ശക്തിയോടെ വിളിച്ച യേശുവേ. സ്തുതിക്കുന്ന കർത്താവേ, സുവിശേഷവൽക്കരണത്തിന്റെ ആത്മാവ്, ഇവാഞ്ചലൈസേഷന്റെ സ്പിരിറ്റ് എല്ലായിടങ്ങളിലും ആഞ്ഞടിക്കട്ടെ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആദിമ സഭയെ നയിച്ച പരിശുദ്ധാത്മാവേ, ദൈവവചനത്തിന് സാക്ഷ്യം നൽകുവാൻ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾ അതിനായി എംപവർ ചെയ്യണമേ. കരമടിച്ച് ആദിമസഭയെ അത്ഭുതകരമായി അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ. ആദിമസഭയെ അത്ഭുതകരമായി അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ. ഈ നൂറ്റാണ്ടിലിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ. ഹോളി സ്പിരിറ്റ് തലമുറകളിലേക്ക്, ഞങ്ങളുടെ സഭയിലേക്ക് വരണേ.
പരിശുദ്ധാത്മാവേ, Holy Spirit, Holy Spirit, ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവൃത്തികൾ. ദൈവവചനത്തിന് സാക്ഷ്യം പോയിടാം നമുക്കൊന്നായി ആത്മാക്കളെ നേടിയിടാം, സത്യസുവിശേഷത്തിന്റെ സാക്ഷിയായിടാം. പോയിടാം നമുക്കൊന്നായി ആത്മാക്കളെ നേടിയിടാം, സത്യസുവിശേഷത്തിന്റെ സാക്ഷിയായിടാം. പോയിടാം നമുക്കൊന്നായി ആത്മാക്കളെ നേടിയിടാം, സത്യസുവിശേഷത്തിന്റെ സാക്ഷിയായി. ഈശോ, പോയിടാം നമുക്കൊന്നായി ആത്മാക്കളെ നേടിയിടാം, സത്യസുവിശേഷത്തിന്റെ സാക്ഷിയായിടാം. സത്യസുവിശേഷത്തിന്റെ സാക്ഷിയായിടാം, സത്യസുവിശേഷത്തിന്റെ സാക്ഷിയായിടാം. കർത്താവിന് ഒത്തിരിയേറെ സാക്ഷികൾ ആവശ്യമുണ്ട്. കർത്താവിന് ഒത്തിരിയേറെ സാക്ഷികൾ ആവശ്യമാണ്. നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക, ദൈവവചനത്തിനായി സമർപ്പിക്കുക, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക, തലമുറകളെ സമർപ്പിക്കുക. യെസ് യെസ് ലോർഡ്, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. വചനത്തിന്റെ ആത്മാവിനാൽ മുദ്ര ചെയ്യണം, മുദ്ര ചെയ്യണം. സഹോദരങ്ങളുടെ സമയമായി. ഇനി കഥ പറഞ്ഞിരിക്കേണ്ട നാളുകളല്ല. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കിനി സമയം കളയാനില്ല. കർത്താവ് അനുവദിച്ച് തന്നിരിക്കുന്ന ഈ സമയത്തിന് പ്രാധാന്യം മനസ്സിലാക്കി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, കുടുംബങ്ങളുടെ നവീകരണത്തിനും ദേശത്തിൻ്റെ ഉണർവിനും ജനപദങ്ങളുടെ നിത്യരക്ഷയ്ക്കുമായി നമ്മൾ അധ്വാനിക്കേണ്ട നാളുകൾ. ജോയേൽ പ്രവചനം 3:13 പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, അരിവാളെടുക്കുവിൻ, വിളവ് പാകമായിരിക്കുന്നു, ഇറങ്ങിച്ചവിട്ടുവിൻ, മുന്തിരിച്ചക്ക് നിറഞ്ഞിരിക്കുന്നു. അരിവാളെടുക്കുവിൻ, വിളവ് പാകമായിരിക്കുന്നു. ഇത് വിളവെടുപ്പിൻ്റെ കാലമാണ്, വിളവെടുപ്പിൻ്റെ നാളുകൾ. വിളവ് പാകമായിരിക്കുന്നു, കൊയ്യാൻ ആളുകളില്ല. കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ ഇന്നധികം പേരില്ല സഹോദരങ്ങളെ. എത്ര പേർക്ക് കർത്താവ് നൽകുന്ന ഈ മിഷൻ കോളിനോട് യെസ് പറയാൻ പറ്റും? കർത്താവ് നൽകുന്ന ഈ വിളിയോട് യെസ് ലോർഡ്, ഐ ആം റെഡി ലോർഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനും കർത്താവിൻ്റെ വചനത്തിനുമായി സമർപ്പിക്കുവാൻ തീരുമാനമുള്ള എത്ര പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്? എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുക, എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്വരം കേൾക്കാതെ പോകരുത്. ആർ യു റെഡി? ഈ കോളിനോട് യെസ് പറയാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഒരുക്കമുള്ളവരാണോ? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നുണ്ട്, 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പിന് സമയമായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. എന്നാൽ ഈ വിളവെടുപ്പ്, ഇത് കൊയ്തെടുക്കുവാൻ കൊയ്ത്തുകാരില്ല. അതോടെ വിളവുകൾ നശിച്ചു പോകുന്നു. അനേകം വിളവുകൾ നശിച്ചു പോകുന്നു. ഈ വിളവെടുപ്പ് കൊയ്തെടുക്കുവാൻ കൊയ്ത്തുകാരില്ലാത്തതിനാൽ പല വിളവുകളും നശിച്ചു പോകുന്നു. പല ആത്മാക്കൾ, ഈ വിളവുകൾ ആത്മാക്കളാണ്, നശിച്ചു പോവാണ് സഹോദരങ്ങളെ. വചനത്തിൻ്റെ കൊയ്ത്തുത്സവത്തിൽ കൊയ്ത്തുകാരായി നമ്മളെ തന്നെ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. കർത്താവിൻ്റെ ആഗമന ദിനത്തെ വേഗതയിലാക്കാൻ, ത്വരിതപ്പെടുത്തുവാൻ, കർത്താവേ എൻ്റെ സമർപ്പണം അതിനുപകരിക്കുമെങ്കിൽ ഞാൻ തയ്യാറാണ് കർത്താവേ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ എത്ര പേർക്ക് ഈ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്? എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വചനത്തിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ പ്രത്യാഗമനം താമസിക്കുന്നത്. സുവിശേഷവൽക്കരണത്തിന് അഭാവമാണ്.
കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾ ഇനിയും അതിൻ്റെ എണ്ണം തികഞ്ഞ് എണ്ണം പൂർത്തിയായിട്ടില്ല. സ്വർഗം ഇനിയും കാലിയായി കിടക്കുകയാണ്. ഒത്തിരിയേറെ ആത്മാക്കൾ കർത്താവിനായി നേടണം, കർത്താവിലേക്ക് കടന്നു വരണം. വിവാഹവിരുന്ന് ഉപമയിലൂടെ കർത്താവ് അത് പഠിപ്പിക്കുന്നുണ്ട്. അത് ഇവാഞ്ചലൈസേഷൻ ശക്തമായൊരു മെസ്സേജാണ്. കർത്താവിൻ്റെ രണ്ടാം വരവുമായി ഈ വിവാഹവിരുന്നിന് ഉപമയ്ക്ക് അർത്ഥമുണ്ട്, അതിനൊരു കണക്ഷനുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1-2 വചനങ്ങൾ നമുക്ക് വേഗത്തിലെ വചനം എടുക്കാം. മത്തായിയുടെ സുവിശേഷം 22, 1-2 വചനങ്ങൾ. യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി വിവാഹവിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യമാണ്. ഈ വിവാഹവിരുന്നിലേക്ക് അനേകരെ വിളിച്ചു, അനേകരെ ഇൻവൈറ്റ് ചെയ്തു. പക്ഷേ വിളിച്ചവരൊന്നും വന്നില്ല. സഹോദരങ്ങളെ, കർത്താവിൻ്റെ രാജ്യത്തിലേക്കുള്ള ഇൻവിറ്റേഷനാണ് സുവിശേഷ പ്രഘോഷണം. ഇവാഞ്ചലൈസേഷൻ ഒരു ഇൻവിറ്റേഷനാണ്. കർത്താവിനോട് കൂടെ വാഴുവാൻ, കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ, നിത്യത മുഴുവൻ കർത്താവിനോടൊപ്പമായിരിക്കുവാനുള്ള ഇൻവിറ്റേഷനാണ് ഇവാഞ്ചലൈസേഷൻ. കർത്താവിൻ്റെ സുവിശേഷം നമുക്ക് നൽകുന്ന കൃപ അതാണ് സഹോദരങ്ങളെ. നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്, നമ്മൾ ക്ഷണിക്കപ്പെടുകയാണ്. വിളിക്കപ്പെട്ടവരാരും തന്നെ ഒരുമാതിരി വന്നില്ല. ഉടനെ രാജാവ് എന്തു പറഞ്ഞു? മത്തായിയുടെ സുവിശേഷം 22:9 വരിക. 22:9. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെ എല്ലാം വിവാഹവിരുന്നിന് ക്ഷണിക്കുവീൻ. വെളിപാട് പുസ്തകത്തിൽ കുഞ്ഞാടിൻ്റെ വിവാഹവിരുന്നുണ്ട്. നമ്മുടെ പെസഹ കുഞ്ഞാട് നമ്മുടെ കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. കുഞ്ഞാടിൻ്റെ വിരുന്നിനായി വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ, അവരാണ് ബ്ലെസ്സഡ്, അവരാണ് അനുഗ്രഹീതർ. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിലേക്കുള്ള ഇൻവിറ്റേഷനാണ് ഓരോ വചന പ്രഘോഷണവും, ഓരോ വചന ശുശ്രൂഷയും. വിവാഹ വിരുന്നിലേക്കുള്ള ഇൻവിറ്റേഷൻ. കർത്താവിനോട് കൂടെ നമ്മൾ അവനോട് ഒപ്പം അവൻ്റെ മഹത്വത്തിലായിരിക്കുകയാണ്. അവൻ്റെ പ്രസൻസിൽ നമ്മൾ ആനന്ദിക്കുകയാണ്. കർത്താവിനോട് കൂടെ നമ്മുടെ നിത്യത നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ ഒരു സെലിബ്രേഷനിലേക്കുള്ള ക്ഷണമാണ് ഓരോ വചന പ്രഘോഷണവും. 10-ാമത്തെ വചനം എന്താ പറയുന്നത്? മത്തായി 22:10. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. ഏതാണ് ഈ വിരുന്നുശാല? സ്വർഗരാജ്യമാണ്. സ്വർഗരാജ്യത്തിൻ്റെ ഉപമയാണത്. വിരുന്നുശാല അതിഥികളെ കൊണ്ട്. ഏതാണ് ഈ അതിഥികള്? ഇത് കർത്താവിൻ്റെ ആത്മാക്കളാണ്. കർത്താവ് വിളിച്ചു തെരഞ്ഞെടുത്ത ആത്മാക്കളാണ്. ആത്മാക്കളെ കൊണ്ട് സ്വർഗരാജ്യം നിറയപ്പെടുകയാണ്. അപ്പോൾ സ്വർഗത്തെ നിറയ്ക്കുന്ന ശുശ്രൂഷയാണ് ഇവാഞ്ചലൈസേഷൻ. ഓരോ വചന പ്രഘോഷണവും നരകത്തെ കൊള്ളയടിച്ച് സ്വർഗത്തെ നിറയ്ക്കുന്ന ശുശ്രൂഷയാണ്. പിശാചിന്റെ പിടിയിൽ നിന്ന് ഒരാത്മാവിനെയും കർത്താവിനായി നേടുന്ന ശുശ്രൂഷയാണ്. അതാണ് ഇവാഞ്ചലൈസേഷൻ, അതാണ് വചന ശുശ്രൂഷ. സഹോദരങ്ങളെ, സ്വർഗരാജ്യം ആത്മാക്കളെ കൊണ്ട്, കർത്താവ് വിളിച്ച ആത്മാക്കളെ കൊണ്ട് നിറയപ്പെടുകയാണ്. സ്വർഗരാജ്യം നിറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു കൊണ്ടതാണ്? തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം പൂർത്തിയായപ്പോൾ സ്വർഗരാജ്യം അതിഥികളെ കൊണ്ട് നിറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? മത്തായിയുടെ സുവിശേഷം 22:11 നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുക. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളി. വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞപ്പോൾ രാജാവ് എഴുന്നള്ളുകയാണ് അതിഥികളെ കാണാൻ. സ്വർഗരാജ്യം താൻ തെരഞ്ഞെടുത്ത ആത്മാക്കളെ കൊണ്ട് നിറയപ്പെടുമ്പോൾ നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശുവിൻ്റെ രണ്ടാം വരവ് സംഭവിക്കും, പ്രത്യാഗമനം സംഭവിക്കും.
തൻ്റെ ആത്മാക്കളെ കാണുവാൻ ആകാംക്ഷപൂർവ്വം തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ രാജാവ് എഴുന്നള്ളും. നമ്മൾ അവനോടൊപ്പം ചേർക്കപ്പെടുവാൻ, അവനോടൊപ്പം അവൻ്റെ മഹത്വത്തിലായിരിക്കുവാൻ, അവനായിരിക്കുന്നിടത്ത് നമ്മളും ആയിരിക്കുവാൻ നമ്മുടെ രാജാവ് വീണ്ടും വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അതാണ് സെക്കൻഡ് കമ്മിങ്, അതാണ് കർത്താവിൻ്റെ രണ്ടാം വരവ്. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ ഏഴും നല്ല ചേർന്ന് പാടികേ. രാജാധിരാജൻ ജീസസ് മഹിമയോടെ വാനമേഘത്തിൽ ഏഴും വാനമേഘത്തിൽ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞപ്പോൾ അതിഥികളെ കാണാൻ രാജാവെഴുന്നള്ളി. കർത്താവിന്റെ രണ്ടാം വരവ് സംഭവിക്കുന്നത് കർത്താവ് വിളിച്ച് തെരഞ്ഞെടുത്ത ആത്മാക്കളുടെ എണ്ണം പൂർത്തിയാകുമ്പോൾ തന്റെ ആത്മാക്കളെ തന്നിലേക്ക് സ്വീകരിക്കാൻ അവൻ വീണ്ടും വരും. കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവ് ഈശോ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. 1-2 വചനം മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ പെട്ടെന്ന് ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 27-ാമത്തെ വചനം, 24-27 എന്താ പറയുന്നത്? കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ഹല്ലേലൂയ. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പായുന്നൊരു മിന്നൽ പിണർ പോലെ കർത്താവ് വീണ്ടും വരുമെന്ന് പരിശുദ്ധ വചനം അറിയിക്കുകയാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 25-31 വീണ്ടും ഈശോ പറഞ്ഞു, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടുകൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. സഹോദരങ്ങളെ, ഇത് ലോക ചരിത്രത്തിലും സഭാചരിത്രത്തിലും സംഭവിക്കണമെങ്കിൽ നമ്മൾ ആത്മാക്കളെ നേടണം. സ്വർഗരാജ്യത്തെ ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കണം. വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറച്ചതുപോലെ കർത്താവിനാൽ വിളിക്കപ്പെട്ട ആത്മാക്കളെ കൊണ്ട് നമ്മൾ സ്വർഗത്തെ നിറയ്ക്കണം. സ്വർഗത്തെ സമ്പന്നമാക്കി നിറയ്ക്കുന്ന ശുശ്രൂഷയാണ് വചനപ്രഘോഷണം, വചനത്തിന് സാക്ഷ്യം കൊടുക്കുക, ഇവാഞ്ചലൈസേഷൻ. അതിന് അനേകം വഴികളും മാർഗങ്ങളുണ്ട്. സഹോദരങ്ങളെ, കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി നമ്മുടെ കർത്താവിന്റെ രണ്ടാം വരവിനായി, പ്രത്യാഗമനത്തിന്, ലോകത്തെ സഭയെ സജ്ജമാക്കുവാൻ സുവിശേഷവൽക്കരണത്തിന്റെ അത്യാവശ്യകത മനസ്സിലാക്കി വചനത്തിന്റെ കൊയ്ത്തുത്സവത്തിൽ കൊയ്ത്തുകാരായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മളെ വിളിക്കുകയാണ്, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. You are chosen. നീ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. We are chosen. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്തിനു വേണ്ടി? കർത്താവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകി ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കാൻ, ആത്മാക്കളെ കർത്താവിനായി നേടുവാൻ. സഹോദരങ്ങളെ, സെലിബ്രേഷൻ ഓഫ് ഇവാഞ്ചലൈസേഷൻ, ഈ കൊയ്ത്തുത്സവത്തിൽ നമുക്ക് കൊയ്ത്തുകാരാകാം. കർത്താവ് നൽകുന്ന ഈ മിഷൻ കോളിലൂടെ യേശു പറയും, നമ്മൾ മുന്നോട്ട് വരണം, എല്ലാവരും മുന്നോട്ട് വരണം. എൻ്റെ യുവജനങ്ങൾ, എൻ്റെ അനുജന്മാർ, അനുജത്തിമാർ, നിങ്ങൾ യൗവനം കർത്താവിനായി കൊടുക്കണം. എൻ്റെ 14-ാമത്തെ വയസ്സിൽ ഞാനൊരു ടീനേജർ ആയിരിക്കുമ്പോൾ എൻ്റെ കൗമാരം ഞാൻ എൻ്റെ കർത്താവിന് കൊടുത്തു. ആ സമർപ്പണമാണ് ഇന്ന് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ ഇപ്രകാരം നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രാപ്തനാക്കിയത്. സഹോദരങ്ങൾ, കൊടുക്കുക. നിങ്ങളുടെ കൗമാരം, നിങ്ങളുടെ യൗവനം കൊടുക്കുക. എൻ്റെ ദമ്പതിമാരെ, നിങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയ്ക്കായി നിങ്ങളെ സമർപ്പിക്കുക.
ദൈവം നിങ്ങൾക്ക് ദാനമായി തന്ന മക്കളെ എല്ലാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. കർത്താവിൻ്റെ മിഷനായി സമർപ്പിക്കുക. നമ്മുടെ കുടുംബങ്ങൾ മിഷണറി കുടുംബങ്ങളാകട്ടെ. നമ്മുടെ തലമുറ വചനത്തിൻ്റെ തലമുറയായി, ഇവാഞ്ചലൈസേഷൻ തലമുറയായി മാറട്ടെ. എൻ്റെ സമർപ്പിതരെ, എൻ്റെ ബഹുമാനപ്പെട്ട വൈദികരെ, നിങ്ങളുടെ പൗരോഹിത്യവും നിങ്ങളുടെ സമർപ്പിത ജീവിതം ആത്മാക്കളുടെ രക്ഷയ്ക്ക് മാത്രമായി തീരട്ടെ. ആത്മാക്കളെ വീണ്ടെടുക്കുന്നവരായി കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തങ്ങളായ ഉപകരണങ്ങളായി നിങ്ങൾ മാറട്ടെ. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. യെസ് ലോർഡ്, ഐ ആം റെഡി ലോർഡ്. ഇതൊരു സമർപ്പണത്തിനുള്ള സമയമാണ്. തുറന്നുള്ള ആരാധന ശുശ്രൂഷയിൽ ഈ ഒരു അനോയിൻറ്റിങ് കർത്താവിൽ നിന്ന് പ്രാപിക്കാം. അങ്ങനെ വചനത്തിൻ്റെ കൊയ്ത്തുത്സവത്തിൽ കൊയ്ത്തുകാരായി ധാരാളം ആത്മാക്കളെ ഈശോയ്ക്ക് നേടുന്നവരായിട്ട് നമ്മൾ മാറാം. അതിനായി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും ദിനംതോറും പരിപാലിക്കുകയും ചെയ്യട്ടെ.